കേരളത്തിലെ ആദ്യ ബി.ജെ.പി. മേയറാകാൻ വി രാജേഷിന് സാധ്യതയേറുന്നു. തലസ്ഥാനത്ത് ഏറെ രാഷ്ട്രീയ പരിചയമുള്ള രാജേഷിനെ മേയറാക്കുന്നതിനോടാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന് താൽപര്യം. മുൻ ഡി.ജി.പി. ആർ ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും പരിഗണിക്കുന്നുണ്ട്. അതേസമയം മികച്ച വിജയത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തും. പതിറ്റാണ്ട് നീണ്ട CPIM ആധിപത്യം അവസാനിപ്പിച്ചാണ് ബി.ജെ.പി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ചത്. ഈ നേട്ടം തുടരണമെങ്കിൽ രാഷ്ട്രീയ പരിചയമുള്ള ഒരാൾ മേയർ സ്ഥാനത്തേക്ക് വരണമെന്നാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതിനാൽ തന്നെ തലസ്ഥാന നഗരിയിൽ നിരന്തരം രാഷ്ട്രീയ സമരങ്ങൾ നടത്തി പരിചയമുള്ള മുൻ ജില്ലാ അധ്യക്ഷൻ കൂടിയായ വി രാജേഷിനാണ് പ്രഥമ പരിഗണന. സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണ രാജേഷിനാണെങ്കിലും RSS നേതൃത്വവും ബി.ജെ.പി. ദേശീയ നേതൃത്വവും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കണം. അതേസമയം നേരത്തെ മേയർ സ്ഥാനാർത്ഥിയായി ചർച്ചയിലുണ്ടായിരുന്ന മുൻ DGP ആർ ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം പരിഗണിക്കുന്നത്. 3 തവണ കൌൺസിലറായ GS മഞ്ജുവിനെയും ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. ബി.ജെ.പിയുടെ വിജയം ഗൌരവത്തിലെടുക്കുമെന്നായിരുന്നു തലസ്ഥാനത്തു നിന്നുള്ള മന്ത്രിയുടെ പ്രതികരണം. LDF ഭരണത്തിന്റെ ഭാഗമായി കേരളത്തിലുണ്ടായ നല്ല മാറ്റങ്ങൾ ജനങ്ങൾ ഇതിനകം സ്വീകരിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും തദ്ദേശ വിധി മറിച്ചായത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ ഗൗരവമായി പരിശോധിക്കും. എന്നാൽ CPIയും ബി.ജെ.പിയും തമ്മിലുള്ള അന്തർധാര ആരോപിച്ച കോൺഗ്രസ് രംഗത്തെത്തി. നഗരത്തിൽ 4 MLA-മാരാണ് ഇടതുപക്ഷത്തിൽ, 4ഉം LDF ആണ്. ആ നിയോജകമണ്ഡലങ്ങളിലാണ് കണ്ടമാനം ബി.ജെ.പിയുടെ കടന്നുകയറ്റമുണ്ടായി, പ്രത്യേകിച്ച് മന്ത്രിയുടെ നിയോജകമണ്ഡലം. സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രി ഈ നഗരത്തിന് ബി.ജെ.പിക്ക് ദാനം കൊടുത്തു എന്ന് പറയുന്നതായിരിക്കും വാസ്തവം. അതേസമയം തെരഞ്ഞെടുപ്പ് വിജയം പ്രമാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് വരും. നേട്ടത്തിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ ഫോണിൽ വിളിച്ച് മോദി അഭിനന്ദിക്കുകയും ചെയ്തു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.